ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡും അതുപോലെ തന്നെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ സാന്ത്വനത്തിന് ഇനി വരാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ബാലനോടും അതുപോലെ തന്നെ മിത്രയെടുത്തും മീനാക്ഷി തുറന്നടിച്ച് പറയണ്ടേ, എന്റെ ഈ അവസ്ഥക്ക് കാരണം വേറെ ആരുമല്ല, എന്റെ ഭർത്താവായ ആകാശാണ് എന്ന് പറയാണ്. അത് കേട്ട് ബാലൻ ഷോക്കോട് കൂടി മീനാക്ഷിയോട് ചോദിക്കണം, മീനു നീ പറഞ്ഞ സത്യം തന്നെയാണോ? ഇവനാണ് എല്ലാത്തിനും കാരണം? അതെ വെച്ചാ ഇയാള് തന്നെയാ എല്ലാത്തിനും കാരണം. ഇയാള് കുറെ പ്രാവശ്യത്തോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ജോലി തെറിപ്പിക്കുമെന്നും എന്റെ കസേര തെറിപ്പിക്കുമെന്നും ഒക്കെ. അതിനുവേണ്ടി ആകാശ് ഇന്നലെയൊന്നും അല്ല, കുറെ നാളുകളായി ശ്രമം നടത്തുന്നു. അവസാനം ശ്രമം വിജയിച്ചു. സമാധാനായില്ലേ? അതിനുള്ള കാര്യം ഞാൻ തന്നെ ചെയ്തു കൊടുത്തും ചെയ്തു. വീണച്ചിന്റെ വീട്ടിൽ പോയിട്ട് 25,000 രൂപ മേടിക്കാനായിട്ട് അവസാനം ഇയാൾ തന്നെ എനിക്ക് പണി തന്നതാണെന്ന് പറയണം. എടാ നാണം കെട്ടവനെ, ഇറങ്ങി പോടെ ഇവിടെന്ന് എന്ന് ആകാശിനോട് പറയാണ് നമ്മുടെ ബാലൻ. അപ്പൊ ആകാശ് പറഞ്ഞു, മീനു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യൂല. ഞാനൊരു എന്നൊക്കെ പറയണത് വെറുതെ നിന്നെ ചൂട് പിടിപ്പിക്കാനായിട്ടാ മീനു, ഒരിക്കലും നിന്നെ ഞാൻ തോൽപ്പിക്കില്ല. മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ പോലീസുകാരുടെ പീഡനത്തെക്കാളും വലുത് എന്നെ നിങ്ങൾ മാനസികമായി പീഡിപ്പിച്ചതാണ് എന്നൊക്കെ മീനാക്ഷി പറയണ്ട. അതിനുശേഷം ആകാശിനെ പിടിച്ച് തള്ളുവാണ് ബാലൻ. ആകാശ് പുറത്തേക്ക് പോയി വീഴുന്നുണ്ട്. മീനാക്ഷി എടുത്ത് ബാലൻ പറഞ്ഞ, മോളെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറക്കും എന്ന് പറയാണ്. അച്ഛ നാളെ മറ്റന്നാളെ കോടതിയില്ല, എന്നെ തിങ്കളാഴ്ച ഇനി ഹാജരാക്കുള്ളൂ കോടതിയില്. അപ്പോ 2 ദിവസം എനിക്കൂടെ കഴിയേണ്ടി വരുമോ? അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ അച്ഛാ. ഇല്ല മോളെ, ഞാൻ നിന്നെ അങ്ങനെ ഒരു ദിവസം പോലും ഇവിടെ നിന്ന് കഴിയാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ എന്റെ മോൾക്ക് വേണ്ടി ചെയ്യും. ഇത് ഈ ബാലൻ തരുന്ന വാക്കാണ്, ഗോമതി സ്റ്റോഴ്സ് ബാലൻ തരുന്ന വാക്ക് എന്ന് പറഞ്ഞിട്ടാണ് ബാലൻ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പുറത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ ആകാശ് കരഞ്ഞോണ്ടിരിപ്പുണ്ടാവും. ആകാശിന്റെ അടുത്തേക്ക് ബാലൻ പോകുന്നുണ്ട്. നാണം കെട്ടനെ, ഇവിടെ കരഞ്ഞോണ്ടിരിക്കാൻ നിനക്ക് നാണൂലടാ, ഇവിടുന്ന് പോടാ. അച്ഛാ ഞാൻ പറഞ്ഞ സത്യമാണ് അച്ഛാ, ഒരിക്കലും എന്റെ മീനുക്കെതിരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛാ, ചെയ്യൂല. ഞാൻ ഒരിതൊക്കെ അവളോട് പറഞ്ഞത് വെറുതെ ചുമ്മാ പറയാണ്, തമാശക്ക്. ഇല്ലടാ, നിന്റെ മൈൻഡ് എനിക്ക് നന്നായിട്ട് അറിയാം. മീനിനെക്കാളും മുമ്പ് ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയതല്ലേ. നീ ഒരു സ്വാർത്ഥനാടാ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്യും. ചെറുപ്പത്തിലും നീ അങ്ങനെ തന്നെയായിരുന്നു. നിനക്കൊരു കാര്യം നേടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ അത് നേടിയെടുക്കും. അവസാനം സ്വന്തം ഭാര്യനെ പോലും നീ ചതിച്ചോടാ, ഒരു പാവം പെണ്ണിനെ നീ ചതിച്ചല്ലോടാ. സത്യസന്ധതയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവളാ എന്റെ മീനാക്ഷി മോള്. അവൾക്കെതിരെയാണ് നീ ഇതുപോലത്തെ ഒരു ആരോപണം വിളിച്ചു വരുത്തിയതല്ലേ. നീ നോക്കിക്കോടാ, മീനാക്ഷിനെ എങ്ങനെയാണോ പോലീസുകാരും മാധ്യമക്കാരും കൊണ്ട് അറസ്റ്റ് ചെയ്ത് അവളെ നാണം കെടുത്തിയത്, അതുപോലെ നിന്നെ ഞാൻ നാണം കെടുത്തോടാ. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ പേര് ബാലൻ എന്നല്ല എന്നൊക്കെ പറഞ്ഞ ബാലൻ അവിടെ നിന്ന് പോവാണ്. ആകാശാണെങ്കിൽ എന്ത് ചെയ്യണം, എന്റെ പൊട്ടിക്കരനോട് ബാറിലേക്ക് പോവാട്ടോ. ആനന്ദ് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ ലൈറ്റ് പോലും ഓൺ ചെയ്തിട്ടില്ല. അനുമോള് മുൻപിൽ തന്നെ നിന്ന് കരയുന്നുണ്ട്. എന്താ അനുമോള്, എന്തിനാ നീ കരയണെന്ന് ചോദിക്കുമ്പോ അനു നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. മീനു വെച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ആനന്ദിനും വല്ലാത്ത ഷോക്ക് ആവാണ്. ആനന്ദ് റൂമിൽ പോകുമ്പോഴേക്കും അവിടെ ദേവി ഇരുന്ന് കരയാണ്. ദേവി എടുത്ത് ആനന്ദ് പറഞ്ഞത്, നിനക്ക് സമാധാനമായാലോ, നിനക്ക് സന്തോഷമായാലോ അല്ലെ? ആനന്ദേട്ടൻ എന്തൊക്കെയാ പറയണത്? അല്ല, മീനുവിനെ കള്ളിയെന്ന് മുദ്ര കുത്തിയപ്പോ പെരും കള്ളിയായി നിനക്ക് സന്തോഷമായിട്ടുണ്ടാവോ അല്ലെ? മീനു എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്. മതിയടി, നിർത്തടി, കള്ളി, കള്ളന്റെ മകളെ കള്ളി, മിണ്ടിപ്പോരുത് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് ദേവിനെ കുറെ ഇട്ട് ചാടിക്കാട്ടോ. എന്നിട്ട് ആനന്ദും അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അച്യുതനോടോ അനന്തനോടൊക്കെ ചോദിക്കണ്ട്, മീനാക്ഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കൈക്കൂലി കേസിന്. സത്യം പറ മക്കളെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ അനന്തനും അച്യുതനും പറഞ്ഞ, അമ്മക്ക് എന്താ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പങ്കും ഇല്ലെന്ന് പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നാളെ നമ്മുടെ ആകാശിന്റെ അടുത്തേക്ക് നമ്മുടെ ആര്യൻ വരുന്നുണ്ട്. ആകാശേട്ടാ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? എടാ നീ എങ്കിലും എന്നെ വിശ്വസിക്കണം, ഒരിക്കലും ഞാൻ മീനുക്കെതിരെ ഒന്നും ചെയ്യില്ല. എടാ ഞാൻ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഏട്ടനെ ഏടത്തിന് എത്രമാത്രം ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്കറിയാം. എല്ലാവരും ഏട്ടനെ ഇപ്പൊ സംശയിക്കാണ്. ഏടത്തി പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഏട്ടനെ സംശയിച്ചത്. അല്ലെങ്കിലും ഏട്ടന്റെ സ്വഭാവത്തിൽ അച്ഛനും കുറെ നാളായിട്ട് ചില സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരിക്കും എന്താ ഏട്ടൻ സംഭവിച്ചത്? ഏട്ടൻ അപ്പൊ കാശ് മേടിക്കാനായിട്ട് പോയില്ലേ? പോവാൻ വേണ്ടി നിന്നപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് വേറെ ആരോ പൈസയായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടാ. അത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏട്ട വിഷമിക്കണ്ട, ഇത് നമ്മൾ തെളിയിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കരഞ്ഞുകൊണ്ട് പിന്മാറി നിൽക്കുകയല്ല വേണ്ടത്. ഏട്ടൻ വാ, നമുക്ക് ആദ്യം പോയി അന്വേഷിക്കേണ്ടത് ആ വീണ എന്ന് പറഞ്ഞ മേഡത്തിന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യനും ആകാശം കൂടി ചേർന്ന് ആ വീണയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടുത്തെ ആ ചേച്ചിട്ട് പറയണ്ടേ, ഞങ്ങള് മീനാക്ഷി എടുത്തിന്റെ അനിയനാണ്, ഇതേ ഭർത്താവാണെന്ന് പറയണം. എനിക്കറിയാം, നിങ്ങൾ അകത്തേക്ക് വാ. അകത്തേക്കൊന്നും കയറുന്നില്ല ചേച്ചി, എന്നാലും ചേച്ചി ഇങ്ങനെ ചതിക്കാൻ പാടില്ലെന്ന്. അയ്യോ സത്യമായിട്ട് ഞങ്ങൾ ചതിച്ചില്ല, അതെ എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ആകാശാണ് വന്ന് പൈസ മേടിച്ചത്. ഞാനോ? ഞാൻ എപ്പോഴാ സാറിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത് എന്ന് ആകാശ് ചോദിക്കുമ്പോ, അയ്യോ ഈ ആകാശല്ല, വേറെ ആകാശ. അപ്പൊ വീണ മേഡം ചോദിക്കണ്ടേ, വേറെ ആകാശോ? ഇതാണ് മീനാക്ഷിയുടെ ഭർത്താവ് ആകാശ്. അയ്യോ എന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചത് ഇയാളല്ല, കുറച്ച് വണ്ണുണ്ടായിട്ട് പൊക്കുണ്ടായിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരാളായിരുന്നു. അപ്പോഴേക്കും കാര്യം മനസ്സിലായി, വേറെ ആരോ ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ആര്യം പറയണ്ട, ആകാശട്ടാ വാ, എന്താ ഇവിടെ ചതി നടന്നെന്ന് മനസ്സിലായി എന്ന് പറയാണ്.
എന്നിട്ട് ആകാശിനെ കൂട്ടിക്കൊണ്ട് ആര്യ നേരെ ചെല്ലുന്നത് നമ്മുടെ അനന്തന്റെ അച്യുതന്റെ അടുത്തേക്ക് തന്നെയാട്ടോ. കാര്യം അവരാണ് ഇതിന് പിന്നിൽ നിന്ന് മനസ്സിലായി, അവരുടെ ആൾക്കാർ തന്നെയാണ് ഇതിന് പിന്നിൽ നിന്ന് മനസ്സിലായും ചെയ്ത്. കാരണം ഏകദേശം ഈ വീണയുടെ ഭർത്താവ് പറഞ്ഞ ഒരു രൂപം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അനന്തന്റെയും അച്യുതന്റെ കൂടെ നടക്കുന്ന അവന്മാരായിരിക്കും നമ്മുടെ ആര്യനെ വേഗം മനസ്സിലായിട്ടോ. ആര്യനപ്പത്തിന് പക്ഷെ അതിന് തെളിവ് വേണമല്ലോ. അതിനു വേണ്ടി ഇവരെ കാണാൻ വരുന്ന ആൾക്കാരെയൊക്കെ പമ്മി ഇരുന്ന് നോട്ട് ചെയ്യാണ് ആര്യനും ആകാശം കൂടി. അങ്ങനെ കയ്യോടെ പിടിക്കുന്നുണ്ട് വീണയുടെ ഭർത്താവിന്റെ സഹായത്തോടെ. അയാൾ പറഞ്ഞത് അത് ഇയാൾ തന്നെയാണ് ആകാശ് എന്ന് പറഞ്ഞ പേരിൽ എന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചത് ആളെ തിരിച്ചറിയാണ് ഈ വീണ മേഡത്തിന്റെ ഭർത്താവ്. അങ്ങനെ അയാളെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സത്യങ്ങളൊക്കെ തെളിയിക്കാണ് ആകാശും ആര്യനും കൂടി ചേർന്നത്. പക്ഷെ പോലീസുകാർക്ക് ഡയറക്റ്റ് പോയി പറഞ്ഞ അവരത് വിശ്വസിക്കില്ല. കാരണം അവരൊക്കെ അച്യുതന്റെ മനത്തിന്റെ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ആര്യനും ആകാശും എന്താ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് മാധ്യമങ്ങളെയൊക്കെ കൂട്ടി അവരുടെ മുമ്പിൽ സത്യം തെളിയിച്ചിട്ടാണ് ഇതൊക്കെ തെളിയിക്കുന്നത് കേട്ടോ. എന്തായാലും ആകാശിന്റെ ആ ഒരു ആകാശാണ് തെറ്റ് ചെയ്തെന്ന തെറ്റിദ്ധാരണ മാറുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.